ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 10th ലെവൽ SCERTയുടെ എക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസിലെ പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നോക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് കേന്ദ്ര ബാങ്ക്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള RBIനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ടും ബാങ്കുകൾ, ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ പറ്റിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആദ്യമായിട്ട് നോക്കുന്ന RBIനെ പറ്റിയാണ്. RBI നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ബാങ്കാണ് അല്ലെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് RBI എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് RBI എന്ന് പറയുന്നത്. ഇത് 1935 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ, നിങ്ങൾക്ക് അറിയാം ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. ഇപ്പൊ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ഹിൽട്ടൺ യങ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. 1926 കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ, ആ കമ്മീഷൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിന് കാരണമായ കമ്മീഷൻ ഏതെന്ന് അറിഞ്ഞിരിക്കുക, ഹിൽട്ടൺ യങ് കമ്മീഷൻ. അതിന്റെ ഔദ്യോഗിക നാമം റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ്. അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ഹിൽട്ടൺ യങ്. 1926 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1934 RBI ആക്ട് പാസ്സാകുന്നു. 1935 ഏപ്രിൽ 1 എന്ത് ചെയ്യുന്നുണ്ട്, RBI ഇന്ത്യയിൽ നിലവിൽ വരുന്നു. RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസിനെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇതറിയാലോ, RBIയുടെ ലോഗോയാണ്, മുംബൈ ആണ് ആസ്ഥാനം. RBIയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? പ്രിന്റിംഗ് ഓഫ് കറൻസി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കറൻസി പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. RBIയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ നമുക്ക് അറിയാവുന്നതാണ്, കറൻസി പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ക്രെഡിറ്റ്, വായ്പകളുടെ നിയന്ത്രണം. മൂന്നാമത് ബാങ്കർട്ട് ദ ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മുൻ വർഷം ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, ഇന്ത്യയിൽ നമ്മുടെ കറൻസി, ഇന്ത്യയിലുള്ള മുഴുവൻ നോട്ടുകളും കോയിനുകളും എല്ലാം പ്രിന്റ് ചെയ്യുന്നതിനുള്ള കുത്തക RBIക്കാണ്. കുത്തക എന്ന് പറയുന്ന മൊണോപ്പൊളി, അതായത് RBIക്ക് മാത്രമേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഡിഗ്രി ലെവലിൽ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം ഇന്ത്യയിൽ എല്ലാ നോട്ടുകളും കോയിനുകളും പ്രിന്റ് ചെയ്യുന്നത് RBI അല്ല. ഇന്ത്യയിൽ 1 രൂപ നോട്ടും എല്ലാ കോയിനുകളും 1 രൂപ നോട്ടും പ്രിന്റ് ചെയ്യുന്നത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയം, ഫൈനാൻസ് മിനിസ്ട്രി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. 1 രൂപ നോട്ടും എല്ലാ കോയിനുകളും പ്രിന്റ് ചെയ്യുന്ന ധനകാര്യ മന്ത്രാലയമാണ്. അതേസമയം 1 രൂപ നോട്ട് പോയിട്ടുള്ള ബാക്കി എല്ലാ നോട്ടുകളും പ്രിന്റ് ചെയ്യുന്നത് RBIക്കാണ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നോട്ടുകളും കോയിനുകളും പ്രിന്റ് ചെയ്യുന്നുള്ള മൊണോപ്പൊളി RBIക്കാണോ? അല്ല, ഒരിക്കലും അല്ല, തെറ്റാണ്. ഓക്കെ അല്ലേ. ഇവിടെ നോക്കിയത് 1 rupee നോട്ട് ആൻഡ് ഇറ്റ് സബ്സിഡിയറി കോയിൻസ് ആർ ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇനി കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ്, രണ്ടാമത്തത് കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ്, വായ്പകൾ നിയന്ത്രിക്കുന്നു. അതായത് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പൈസ പ്രിന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ജനങ്ങളുടെ കയ്യിലോട്ട് എന്തുമാത്രം വായ്പ, ജനങ്ങളുടെ കയ്യിലോട്ട് എന്തുമാത്രം കാശ് എത്തിക്കണം, മനസ്സിലായി. RBI ആണ് നമ്മുടെ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്ന ആരാണ്? RBI ആണ്. അതായത് പണത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ സ്ഥാപനം, അതോറിറ്റി എന്ന് പറയുന്ന RBI ആണ്. അപ്പോൾ RBI ആണ് ജനങ്ങളുടെ കയ്യിലോട്ട് എന്തുമാത്രം വായ്പ എത്തണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ്, അതായത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുന്നു, വായ്പ നിയന്ത്രിക്കുന്നു. അതെങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്നത്? അതിന് പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുന്നു, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്ന വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പല മാർഗങ്ങളിലൂടെ വായ്പകൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് RBI. അതെങ്ങനെയാ? റേറ്റുകൾ മാറ്റുന്നു, റേറ്റ് കൂട്ടുന്നു, ലോൺ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇനിയിപ്പോൾ വരുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എങ്ങനെയാണിത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് വായ്പ നിയന്ത്രിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും.
മറ്റൊന്ന് ബാങ്കർ ടു ദ ഗവൺമെന്റ്. ആർ ബി ഐയുടെ മറ്റൊരു ഫംഗ്ഷനാണ് ബാങ്കർ ടു ദ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ആർ ബി ഐ കേന്ദ്ര സർക്കാരിന്റെ മാത്രം ബാങ്കർ അല്ല, ആർ ബി ഐ സംസ്ഥാന സർക്കാരിന്റെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ തെറ്റിപ്പോകരുത്, തിരിഞ്ഞു പോകരുത്. ആർ ബി ഐ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകളുടെയും ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആർ ബി ഐ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ സർക്കാരുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സർക്കാരുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ലോണും എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് വേറൊരു പോയിന്റും കൂടെ പറയുന്നുണ്ട്, ആർ ബി ഐ ഡസ് നോട്ട് ചാർജ് എനി ഫീസ് ഫോർ ദി സർവീസ്. അപ്പോൾ ഈ ബാങ്കുകൾക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള സർവീസസ് ഗവൺമെന്റിന് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ യാതൊരു ഫീസും അവിടെ ചാർജ് ചെയ്യുന്നില്ല. ബാങ്കേഴ്സ് ബാങ്ക്, ആർ ബി ഐ എന്ന് വെച്ചാൽ എല്ലാ ബാങ്കുകളുടെയും ബാങ്കാണ്. കാരണം എല്ലാ ബാങ്കുകൾക്കും ലൈസൻസ് കൊടുക്കുന്നു, പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുന്നു. ബാങ്കുകൾക്ക് എന്തെങ്കിലും അടിയന്തരം ഉണ്ടെങ്കിൽ ആർ ബി ഐയുടെ അടുത്താണ് സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ആർ ബി ഐനെ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അവസാന അത്താണി എന്ന് പറയാറുണ്ട് ബാങ്ക് ആർ ബി ഐനെ. കാരണം ബാങ്കുകൾക്ക് എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അവർ എങ്ങോട്ട് പോകും? ആർ ബി ഐയുടെ അടുത്ത് പോകും എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ആർ ബി ഐനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർ ബി ഐനെ പറ്റി പറയുന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. ഇനി വേറൊരു പോയിന്റ് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു റെഗുലേറ്റർ, അല്ലെങ്കിൽ പണവിപണിയാണ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റിന്റെ നിയന്ത്രകൻ. ഇപ്പൊ ഇന്ത്യയിലെ പണവിപണിയുടെ നിയന്ത്രകൻ അല്ലെങ്കിൽ മണി മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആരാണെന്ന് നിങ്ങളുടെ അടുത്തൊരു ചോദ്യം വന്നാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ അല്ലേ? ആർ ബി ഐ ആണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ആർ ബി ഐ അപ്പം നമ്മൾ നോക്കി. ആർ ബി ഐ കഴിഞ്ഞിട്ട് ഇനി വേറെ കുറച്ച് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ആർ ബി ഐയുടെ 25ാമത്തെ ഗവർണർ. അപ്പോൾ ആർ ബി ഐയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആർ ബി ഐയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ആർ ബി ഐക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, കേന്ദ്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? 21 അംഗങ്ങളുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ ബോർഡിൽ ഒരാളാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ആർ ബി ഐ ഗവർണർ, ഇപ്പോഴത്തെ ഗവർണർ 25ാമത്തെ ഗവർണറാണ് അല്ലെ, ശക്തികാന്ത ദാസ്, അറിയാലോ. ഇനി ആർ ബി ഐക്ക് 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും ഉണ്ട്, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 21 അംഗങ്ങളുണ്ട്, അതിൽ 1 ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും. ഇപ്പൊ ആർ ബി ഐക്ക് മാക്സിമം 4 ഡെപ്യൂട്ടി ഗവർണർമാരാണ് ആകാൻ പറ്റുക. ഇനി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ലൈക്ക് ഡെപ്പോസിറ്റ്, ലോൺ എക്സെട്ര ടേക്ക് പ്ലേസ്. അതായത് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ ഡെപ്പോസിറ്റുകളും ലോണുകളും, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും ലോണുകൾ കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. അവയെ നമുക്ക് ബാങ്കുകളെന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും, അപ്പോൾ ബാങ്ക്സ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നോ NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസോ കമ്പനീസോ നമുക്ക് വിളിക്കാം. ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ജനങ്ങൾക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ബാങ്കുകൾ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാതെ മറ്റ് ധനകാര്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, ജനങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? അത് ലോൺസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ബാങ്കുകൾ ചെയ്യുന്നത്. ഇതല്ലാതെ മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. ബാങ്കുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കൊമേഴ്ഷ്യൽ, കോപ്പറേറ്റീവ്, ഡെവലപ്മെന്റ്, സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ് നമ്മൾ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയാറില്ലേ? HDFC, ICICI, അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, പിന്നെ കാനറ ബാങ്ക്. നമ്മൾ പോകുന്ന ബാങ്കുകളെല്ലാം തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കാണ്, വാണിജ്യ ബാങ്കുകൾ. അതുപോലെ കോപ്പറേറ്റീവ് ബാങ്ക്, സഹകരണ ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്, വികസന ബാങ്കുകൾ, ദെൻ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്, എന്തെങ്കിലും ഒരു പ്രത്യേക ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ബാങ്കുകൾ. ഇനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലോ മ്യൂച്വൽ ഫണ്ടുകൾ, നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ. ദെൻ അതുപോലെ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, LIC അതുപോലുള്ള. ദെൻ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, മുത്തൂറ്റ് പോലുള്ളവയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബാങ്കുകളെ പറ്റിയാണ് നോക്കുന്നത്. ബാങ്കുകൾ എന്തൊക്കെയാണ്? ബാങ്കുകൾ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട ബാങ്കുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഇഷ്ടം പോലെ ബാങ്കുകളില്ലേ? SBI, ICICI, HDFC, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പറയാം അല്ലേ? അപ്പോൾ ഈ ബാങ്കുകൾ എന്താ ചെയ്യുന്നത്? അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. അതായത് ബാങ്ക് ഇവിടെ ഇരിക്കുന്നു, ഇതൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക. നമുക്ക് എളുപ്പത്തിന് വേണ്ടി SBI എന്ന് പറയാം. SBI എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, പിന്നെ ജനങ്ങൾക്കത് ലോൺസ് ആയിട്ട് കൊടുക്കുന്നു അല്ലേ? ഇപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും ജനങ്ങൾക്കത് ലോൺസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ബേസ് ഓഫ് ജനറൽ ഗൈഡ് ലൈൻസ്, അതായത് RBI പറഞ്ഞിട്ടുള്ള കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസിന്റെ ബേസിസിലായിരിക്കും ഈ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. RBI പറയുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം നോക്കി, അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെന്റ്. കണ്ടല്ലോ, ബാങ്കുകൾ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. ആ ഡെപ്പോസിറ്റുകൾ ലോണുകളായിട്ട് ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഗവൺമെന്റിനും തന്നെ കൊടുക്കുന്നു. മനസ്സിലായില്ലേ? ഇനി ഇവർക്ക് ഈ ഡെപ്പോസിറ്റ് സ്വീകരിച്ചവർക്ക് പിന്നീട് ഡെപ്പോസിറ്റ് ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്നു വിത്ത് ഇൻട്രസ്റ്റ്, പലിശ സഹിതം ഡെപ്പോസിറ്റ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് തിരിച്ചു കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ഈ ലോൺ കൊടുത്തിട്ടുള്ളവരിൽ നിന്ന് ലോൺ എമൗണ്ട് പലിശ സഹിതം തിരിച്ചു വാങ്ങുന്നു. അപ്പൊ ബാങ്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി അല്ലേ? ബാങ്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തന്നെ നോക്കി. അതായത് ഇപ്പോൾ ബാങ്ക്, ഇതൊരു ബാങ്കാണെന്ന് വിചാരിക്കുക. ബാങ്കിൽ ഇപ്പോൾ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, ഒരു 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഓക്കെ, ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലോൺസ് കൊടുക്കുന്നു. ഓക്കെ, ബാങ്ക് ലോണുകളായിട്ട് ഈ എമൗണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന A എന്ന് പറയുന്ന ആളാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ലോൺ കൊടുത്തിട്ടുള്ള B എന്ന് പറയുന്ന ആളിനാണ്. അപ്പോൾ ബാങ്ക് 100 രൂപ A എന്ന് ഡെപ്പോസിറ്റ് സ്വീകരിച്ചതിന് ശേഷം ഇയാൾക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ വിത്ത് ഇൻട്രസ്റ്റ് ആണ്, ഒരു 110 രൂപയായിട്ടായിരിക്കും തിരിച്ചു കൊടുക്കുക. അതേസമയം ബാങ്ക് ഈ B എന്ന് പറയുന്ന ആൾക്ക് ഒരു 100 രൂപ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 120 രൂപയായിരിക്കും. അതായത് ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്ന, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നേക്കാളും പലിശ കൂടുതലായിരിക്കും ബാങ്ക് ലോൺ കൊടുക്കുന്ന ആൾക്കാർക്കുള്ള പലിശ, അല്ലെ? ലോൺ കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് 120 രൂപ മേടിക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 110 കൊടുക്കുന്നു. 120 മൈനസ് 110, 10 രൂപ. ഇതാണ് ബാങ്കിന്റെ ലാഭം എന്ന് പറയുന്ന പ്രോഫിറ്റ്. നെറ്റ് ഇൻട്രസ്റ്റ് സ്പ്രെഡ് എന്ന് പറയും ബാങ്കിന്റെ ലാഭം. മനസ്സിലായല്ലോ? അപ്പൊ ബാങ്ക് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഡെപ്പോസിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ലോൺ കൊടുത്തിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പലിശ മേടിക്കുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പലിശ കൊടുക്കുന്നു. അത് രണ്ടിന്റെയും വ്യത്യാസം ബാങ്കിന്റെ ലാഭം. മനസ്സിലായല്ലോ? ഇനി ബാങ്കുകളുടെ ഗ്രോത്ത്, ബാങ്കുകളുടെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ബാങ്കുകൾ, ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക്, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇത് മുൻവർഷ ചോദ്യമാണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ഫസ്റ്റ് മോഡേൺ ബാങ്ക്. അപ്പൊ ചോദ്യം ചോദിച്ചിട്ടുള്ള ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ഏതെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ മോഡേൺ ബാങ്ക് എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 1770 കൽക്കത്തയിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1770 കൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ ബാങ്കിങ് സെക്ടറിന്റെ വളർച്ചയെ 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ആദ്യ ഘട്ടം 1770 മുതൽ 1969 വരെ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 1770 നമ്മൾ പറഞ്ഞു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആരംഭിച്ചത് 1770. അപ്പൊ അതാണ് ഇന്ത്യയിലെ മോഡേൺ ബാങ്കുകൾ. ആധുനിക ബാങ്കുകളുടെ തുടക്കം 1770. ഇനി 69 ഒന്നാം ഘട്ടം അവസാനിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ബാങ്കുകളുടെ ദേശസാൽക്കരണം. ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈവറ്റ് നാഷണലൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ എന്താണ് നാഷണലൈസേഷൻ? ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിനാണ് ദേശസാൽക്കരണം അല്ലെങ്കിൽ നാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ബാങ്കുകൾ ദേശസാൽക്കരണം നടത്തുന്നു. ഈ സമയത്താണ് പ്രസിഡൻസി ബാങ്കുകൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രസിഡൻസി ബാങ്കുകൾ ഇന്ത്യക്ക് 3 പ്രസിഡൻസികളുണ്ട്. ബംഗാൾ പ്രസിഡൻസി, മദ്രാസ്, ബോംബെ. ഈ 3 പ്രസിഡൻസികളിലും പ്രസിഡൻസി ബാങ്കുകളുണ്ട്. ഈ 3 പ്രസിഡൻസി ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ 3 പ്രസിഡൻസി ബാങ്കുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ സമയത്താണ്. അതായത് ഈ സമയത്താണ് എന്താണ്? ബംഗാൾ പ്രസിഡൻസി, ബോംബെ പ്രസിഡൻസി, മദ്രാസ് പ്രസിഡൻസി, ഇങ്ങനെ 3 പ്രസിഡൻസി ബാങ്കുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ പ്രസിഡൻസി ബാങ്കുകൾ ഈ സമയത്ത് മെർജ് ചെയ്ത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അത് മെർജ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് പ്രസിഡൻസി ബാങ്കിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഈ സമയത്താണ് ഇന്ത്യയിൽ ബാങ്ക് നാഷണലൈസേഷൻ നടക്കുന്നത്. നാഷണലൈസേഷൻ, ബാങ്കുകളുടെ ദേശസാൽക്കരണം, പ്രൈവറ്റ് ബാങ്കുകളെ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു. അപ്പൊ നോക്കി 1969 1980 2 ഘട്ടമായിട്ടാണ് ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 69 ഒന്നാം ഘട്ടം 14 ബാങ്കുകൾ, 80 രണ്ടാം ഘട്ടം 6 ബാങ്കുകൾ, മൊത്തത്തിൽ 20 ബാങ്കുകൾ ദേശസാൽക്കരണം നടക്കുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കി, ഇവിടെ പറയുന്നുണ്ട് 69 മുതൽ 90 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 69 14 ബാങ്കുകളും 80 6 ബാങ്കുകളും ദേശസാൽക്കരണം നടത്തുന്നു. അങ്ങനെ 20 ബാങ്ക് അല്ലേ?
പക്ഷേ ദേശസാൽക്കരണം കഴിഞ്ഞ് 1993 ആകുന്ന സമയത്ത് 19 ബാങ്കേ ഉള്ളൂ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശസാൽക്കരണ ബാങ്കിൽ ആയിട്ടുള്ള പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് മെർജ് ചെയ്ത് ചേർന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ട് ന്യൂ ഇന്ത്യ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് മെർജ് ചെയ്ത് ചേരുക എന്ന് വെച്ചാൽ ലയിച്ച് ചേരുക. അപ്പോൾ 1993 ആവുന്ന സമയത്ത് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പഞ്ചാബ് നാഷണൽ ബാങ്കിലോട്ട് ലയിച്ച് ചേരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്, അപ്പൊ ഒന്നാം ഘട്ടം നമ്മൾ പറഞ്ഞു, ഒന്നാം ഘട്ടം 1770 മുതൽ 1969 വരെ, രണ്ടാം ഘട്ടം 1969 മുതൽ 1990 വരെ. അതെന്തുകൊണ്ടാണ് 90 വരെ എടുക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ 90-ന് ശേഷം ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം 90 വരെ ഇന്ത്യൻ ബാങ്കിങ് മേഖല കുറച്ച് അടഞ്ഞാണ് കിടന്നത്. അതായത് സ്വകാര്യ ബാങ്കുകൾ അത്രത്തോളം ഇല്ലായിരുന്നു. മാത്രമല്ല കൂടുതലും പൊതുമേഖലാ ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 90-കൾക്ക് ശേഷം ഒരു മാറ്റം വരുന്നു. 90-കൾക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്വകാര്യ മേഖലാ ബാങ്കുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സമയത്താണ് 90-ന് ശേഷമാണ് മൂന്നാം ഘട്ടം. ബാങ്കുകൾ കൂടുതൽ സർവീസസ്, അവരുടെ ബേസിക് സേവനം അല്ലാതെ കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സമയത്താണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കുകൾക്കും ലൈസൻസ് ലഭിക്കുന്ന ഈ സമയത്താണ്. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, എന്താണ് പ്രൈവറ്റ് ബാങ്ക്, എന്താണ് പബ്ലിക് ബാങ്ക്? പബ്ലിക് സെക്ടർ ബാങ്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും. പബ്ലിക് സെക്ടർ എന്ന് വെച്ചാൽ പൊതുമേഖലാ ബാങ്ക്, അതായത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത്. SBI, കാനറ ബാങ്ക്, ഇതെല്ലാം തന്നെ പബ്ലിക് സെക്ടർ. നിലവിൽ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത്, 12 പൊതുമേഖലാ ബാങ്കുകൾ. ഓക്കെ അല്ലേ? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് വെച്ചാൽ സ്വകാര്യ മേഖലാ ബാങ്ക്. HDFC, ICICI, ഫെഡറൽ, ഇതെല്ലാം സ്വകാര്യ മേഖലാ ബാങ്കാണ്. അപ്പൊ നിലവിൽ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്ന 12 എണ്ണമാണ്. ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് SBI ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഏറ്റവും വലിയ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. രണ്ടാമത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്, രണ്ടാം സ്ഥാനം പഞ്ചാബ് നാഷണൽ ബാങ്ക്. മൂന്നാമത് ബാങ്ക് ഓഫ് ബറോഡ. നാലാമത് കാനറ ബാങ്ക്. ഈ 4 എണ്ണം അറിഞ്ഞിരിക്കുക, കാരണം 3 എണ്ണം വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI, രണ്ടാമത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, മൂന്നാമത് ബാങ്ക് ഓഫ് ബറോഡ, നാലാമത് കാനറ ബാങ്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ഏതാണ്? അത് HDFC ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നത് HDFC ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് 20 എണ്ണമാണ് പറയുന്നത്. ഇവിടെ നാഷണലൈസ്ഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ ബാങ്കുകൾ വിളിക്കുന്ന പേര് തന്നെയാണ് നാഷണലൈസ്ഡ് ബാങ്ക്. ഇവിടെ 20 എണ്ണം ഉണ്ട്, 19 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം നിലവിൽ 12 പൊതുമേഖലാ ബാങ്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പൊതുമേഖലാ ബാങ്ക് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് 19-ൽ നിന്ന് 12 ആയിട്ട് കുറഞ്ഞത്? ഒരുപാട് ബാങ്കുകൾ പരസ്പരം ലയിച്ചു ചേരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, അതുപോലെ ലോണുകൾ കൊടുക്കുക ചെയ്യുകയാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ചെയ്യുന്നത്. ഇവർ നമ്മൾ പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളും പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടെന്ന് പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണമാണ് 12 പൊതുമേഖലാ ബാങ്ക് എന്ന് പറഞ്ഞു. ഒന്നാം സ്ഥാനം SBI എന്ന് പറഞ്ഞു. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ നമ്പർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതിൽ എന്താണ് ഫസ്റ്റ് ഒന്നാം സ്ഥാനത്ത് ഏറ്റവും വലുതെന്ന് പറയുന്നത് HDFC ആണ്. കുറച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ HDFC, ഫെഡറൽ ബാങ്ക്, ICICI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇതെല്ലാം തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ്. ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ തന്നെ ഇന്ത്യക്കകത്തുള്ളതുണ്ട്. നമ്മുടെ HDFC, ICICI, ഫെഡറൽ ബാങ്ക് എല്ലാം ഇന്ത്യക്കകത്തുള്ളതാണ്. ഇനി ഫോറിൻ ബാങ്കുകളുണ്ട്, അതായത് വിദേശ രാജ്യത്തെ ഹെഡ് ക്വാർട്ടേഴ്സും ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബാങ്കുകൾ. ഉദാഹരണം HSBC, ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ്, ഇതെല്ലാം തന്നെ എന്താണ്? പ്രൈവറ്റ് ഫോറിൻ ബാങ്കുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഓൺ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന RBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അസോസിയേറ്റ് ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ഇതെല്ലാം തന്നെ പൊതുമേഖലാ ബാങ്കുകളാണ്. പ്രൈവറ്റ് ബാങ്കുകളാണെങ്കിലോ, പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് വെച്ചാൽ ഫോറിൻ ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ബാങ്കുകളുണ്ട്. ഇതെല്ലാം തന്നെ RBIയുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, പബ്ലിക് സെക്ടർ ബാങ്ക് ആണെങ്കിലും
പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണെങ്കിലും രണ്ടും തന്നെ RBIയുടെ നിയന്ത്രണത്തിലാണ്, റെഗുലേറ്റഡ് ബൈ, സൂപ്പർവൈസ്ഡ് ബൈ RBI ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി RRB ഇവിടെ സൈഡിൽ പറയുന്നുണ്ടല്ലേ, റീജിയണൽ റൂറൽ ബാങ്കുകൾ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഗ്രാമീണ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്? റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശത്തിന് വികസനത്തിന് വേണ്ടി, ഗ്രാമപ്രദേശത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായ്പ കൊടുക്കുക, അതുപോലെ തന്നെ ഇപ്പോൾ കാർഷിക മേഖലയുടെ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടി ചെറിയ ചെറിയ വ്യവസായങ്ങൾ, സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ലോൺ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 1975 ഇന്ത്യയിൽ ആരംഭിക്കുന്ന ബാങ്കുകളാണ് RRB, റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറയുന്നത്. RRB പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു RRB ആണ് കേരള ഗ്രാമീൺ ബാങ്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് മലപ്പുറം ആസ്ഥാനമായിട്ടുള്ള കേരള ഗ്രാമീൺ ബാങ്ക്. ഇനി ഈ ഗ്രാമീണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? 50% കേന്ദ്ര സർക്കാരിന്, 15% അതത് സ്റ്റേറ്റ് ഗവൺമെന്റിന്, 35% ഏതെങ്കിലും ഒരു സ്പോൺസർ ബാങ്കിന്. അപ്പോൾ RRBs, റീജിയണൽ റൂറൽ ബാങ്ക്, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം ഒരാൾക്കല്ല, കേന്ദ്ര സർക്കാരിനും അതത് സംസ്ഥാന സർക്കാരുകൾക്കും ഒരു സ്പോൺസർ ബാങ്കിനുമാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, വാണിജ്യ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ഡെപ്പോസിറ്റുകളാണുള്ളത്: സേവിങ്സ്, കറണ്ട്, ഫിക്സഡ്, റെക്കറിംഗ്. അപ്പൊ സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ്സ് എന്ന് വെച്ചാൽ സമ്പാദ്യം അല്ലെ, സമ്പാദ്യ നിക്ഷേപം. ഓക്കെ, സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നതാണ് സേവിങ്സ്. കറണ്ട് ഡെപ്പോസിറ്റ് പ്രചലിത നിക്ഷേപം. അപ്പോൾ സേവിങ്സ് എന്ന് പറയുന്ന സമ്പാദ്യ നിക്ഷേപം, കറണ്ട് എന്ന് പറയുന്ന പ്രചലിത നിക്ഷേപം, ഫിക്സഡ് എന്ന് പറയുന്ന സ്ഥിര നിക്ഷേപം, റെക്കറിംഗ് എന്ന് പറയുന്ന ആവർത്തിത നിക്ഷേപം. അപ്പോൾ സമ്പാദ്യ നിക്ഷേപം, പ്രചലിതം അതാണ് കറണ്ട്, ഫിക്സഡ് സ്ഥിരം, റെക്കറിംഗ് ആവർത്തിതം. അപ്പൊ സമ്പാദ്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സമ്പാദ്യ നിക്ഷേപം കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ഭയങ്കര ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, മനസ്സിലായല്ലോ. ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എപ്പോഴും വേണോ എന്ത് ചെയ്യാം, കാശ് വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പല ബാങ്കുകൾക്കും പല രീതിയിലുള്ള റെഗുലേഷൻസ് ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ATM യൂസ് ചെയ്തിട്ടോ, അങ്ങനെ നമുക്കൊരു ബാങ്കിൽ ചെന്നാൽ ആദ്യം നമ്മൾ തുടങ്ങുന്ന സമ്പാദ്യ നിക്ഷേപമല്ലേ, ATM യൂസ് ചെയ്ത് പൈസ പിൻവലിക്കാൻ നമുക്കൊരു ചെക്ക് ബുക്കും പാസ്ബുക്കൊക്കെ ഉള്ള ഏതിനാണ്, സേവിങ്സ് ഡെപ്പോസിറ്റ് ആണുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതേസമയം കറണ്ട് ഡെപ്പോസിറ്റ് ആണെങ്കിലോ, കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ്, അതായത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് നോർമലി എന്ത് ചെയ്യുന്നത്, കറണ്ട് ഡെപ്പോസിറ്റ് പ്രചലിത നിക്ഷേപം ആരംഭിക്കുന്നത്. സേവിങ്സ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ്, പക്ഷെ കൂടുതൽ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉള്ളത്. ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലുള്ളതിനേക്കാളും കൂടുതൽ കാശ് പിൻവലിക്കാൻ പറ്റുന്നതിനാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. കറണ്ട് ഡെപ്പോസിറ്റ് ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം എന്ന് വെച്ചാൽ എന്താണ്? സ്ഥിര നിക്ഷേപം ഒരു സ്ഥിരമായിട്ടൊരു കൃത്യമായിട്ടൊരു എമൗണ്ട്, 1 ലക്ഷമോ 2 ലക്ഷമോ അല്ലെങ്കിൽ 10,000 എത്രയും രൂപ നമ്മൾ ഇത്ര വർഷത്തേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിൻവലിക്കാൻ പറ്റത്തില്ല. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. ഇനി റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താ? ആവർത്തിത നിക്ഷേപം. നമ്മൾ ഒരേ എമൗണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ഇപ്പോൾ 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ 10,000 രൂപ വെച്ച് എല്ലാ മാസവും ഇത്ര വർഷത്തേക്ക് നിക്ഷേപിക്കുന്നതിനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു കാലാവധിക്ക് മുന്നേ നമ്മൾ പിൻവലിച്ചാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ്, രണ്ടാമത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ്, മൂന്നാമത് സേവിങ്സ് ആണ്, നാലാമതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ അല്ലേ? ഇനി ലോണുകളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലോണുകൾ തന്നെ ബാങ്കുകൾ പലതരത്തിലുള്ള ലോണുകൾ തരുന്നുണ്ട്. ഇപ്പോൾ കൊളാട്രൽ വെച്ചിട്ടുള്ള ലോണുണ്ട്, അല്ലാതെ പലതരത്തിലുള്ള ലോണുകൾ തരുന്നുണ്ട്. ഇപ്പോൾ കൊളാട്രൽ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അസറ്റ്, ഗോൾഡ്, പ്രോപ്പർട്ടി, ഡോക്യുമെന്റ് പോലുള്ള വെച്ചിട്ട് ലോൺ തരുന്നുണ്ട്. FD, നമുക്കൊരു ബാങ്കിൽ FD ഉണ്ടെങ്കിൽ അതിന് മേൽ ലോൺ കിട്ടും. അത്തരത്തിലുള്ള ലോണുകളുണ്ട്. ഇനി ലോണുകൾ പലതരത്തിൽ തരുന്നുണ്ട്. അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക്, ഇൻഡസ്ട്രീസിന്, കൺസ്ട്രക്ഷന്, വാഹനം വാങ്ങാൻ, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ തരുന്നുണ്ട്. ഇനി ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓവർ ഡ്രാഫ്റ്റ് എന്ന് വെച്ചാൽ കറണ്ട് ഡെപ്പോസിറ്റ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. അവരുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 10,000 രൂപയുണ്ട്, പക്ഷെ അവർക്കൊരു 12,000 രൂപ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലെ 10,000 പ്ലസ് 2,000 ഓവർ ഡ്രാഫ്റ്റ് ഒരു ലോൺ പോലെ അവർക്ക് കിട്ടുന്നതാണ്. അതാണ് ഇതെന്ന് പറയുന്നത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പക്ഷേ വരികൾക്കിടയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാനുള്ള
സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പോർഷൻസ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്താൽ മതി. കാരണം ഇത് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ബാക്കി വരുന്ന പോർഷൻസ് വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻസ് ഇതുവരെയുള്ള പോർഷൻസ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് നോക്കാൻ ശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്